എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്നിവിടെ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് ഒരു ബറീറ്റോ ആണ്. ഇതൊരു മെക്സിക്കൻ ഡിഷാണ്, വളരെ ഹെൽത്തിയാണ്. ഇത് ഞാൻ റാപ്പ് ചെയ്തേക്കുന്നത് ചപ്പാത്തിക്കകത്താണ്. മറ്റേതിനകത്ത് ഞാൻ ചപ്പാത്തി ഇല്ലാതെ ജസ്റ്റ് റൈസും വെജിറ്റബിൾസും മാത്രം വെച്ചിട്ട് ചെയ്താണ്, ചിക്കനൊക്കെ ആയിട്ട്. ചിക്കൻ ബറീറ്റോ ആണ്. ഇപ്പം നിങ്ങൾക്ക് ചിക്കൻ വേണ്ട, വെജിറ്റബിൾസ് മാത്രം മതിയെങ്കിൽ വെജിറ്റബിൾസ് മാത്രം ആഡ് ചെയ്താലും മതി. ഇനി നമുക്ക് ഇതെങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കാം. ഇവിടെ ഞാൻ കുറച്ച് ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്ത് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പാപ്രിക്ക പൗഡർ ആഡ് ചെയ്യാം. ഇനി ഇതിലേക്ക് ചില്ലി ഫ്ലേക്സ്, അത് സ്പൈസി എത്ര വേണം അതനുസരിച്ച് ആഡ് ചെയ്യാം. പിന്നെ കുമിൻ പൗഡർ, ഒർഗാനോ അത് 1 ടീസ്പൂൺ, ലെമൺ ജ്യൂസ് 1 ടേബിൾ സ്പൂൺ, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആക്കിയത് അത് 1 സ്പൂൺ, സോൾട്ട് ആവശ്യത്തിന്. ഇനി നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഇതാണ്ട് ഞാൻ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ റൈസിൻ്റെ പ്രിപ്പറേഷനാണ്. ഇത് ഞാൻ കുക്ക് ചെയ്ത് വെച്ചേക്കുവാണ്. റൈസ് 2 കപ്പുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ് ഞാൻ ആഡ് ചെയ്തു. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ ചോപ്പ് ചെയ്ത് വെച്ചേക്കുന്ന കുറച്ച് സിലാൻഡ്രോ, പിന്നെ കുറച്ച് ഗ്രീൻ ചില്ലി. ഇനി ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. സാധാരണ ബറീറ്റോയ്ക്ക് ബ്രൗൺ റൈസാണ് എടുക്കുന്നത്. എൻ്റെ കയ്യിൽ ഇപ്പം ബ്രൗൺ റൈസ് ഇല്ല, അതുകൊണ്ടാണ് ഞാൻ വൈറ്റ് റൈസ് എടുത്തത്. ഇതൊരു 2 കപ്പുണ്ട് റൈസ്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം റൈസ് നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി അടുത്തത് ഇതിൻ്റെ സൽസ ഉണ്ടാക്കണം. ഇതിന് ഞാൻ 2 ടൊമാറ്റോ ചെറുതായിട്ട് ചോപ്പ് ചെയ്തത് ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ ഓണിയൻ ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടി ഇതിനകത്ത് ഇടുന്നുണ്ട്. പിന്നെ ഗ്രീൻ ചില്ലി ചോപ്പ് ചെയ്തത്, അത് സ്പൈസി എത്ര, ഞാനിതിപ്പോൾ 2 ഗ്രീൻ ചില്ലി ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് ഇട്ട് കൊടുത്തത്. പിന്നെ സിലാൻഡ്രോ ചെറുതായിട്ട് ചോപ്പ് ചെയ്തത്, ലെമൺ ജ്യൂസ് 1 സ്പൂൺ, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ സൽസ അങ്ങനെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ്റെ പ്രിപ്പറേഷനാണ്. മാരിനേറ്റ് ചെയ്ത ചിക്കൻ നമുക്ക് ഒരു പാനിലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ച് അത് ഫ്രൈ ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാനായിട്ട്. അങ്ങനെ ഞാൻ ചിക്കൻ എന്താ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബറീറ്റോ എങ്ങനെ സെറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിന് ഞാനിവിടെ ടോപ്പിങ്ങിനായിട്ട് കുറച്ച് ലെച്ചസ് എടുത്തിട്ടുണ്ട്, ചോപ്പ് ചെയ്തത്. ബീൻസ് ഞാൻ പ്രഷർ കുക്കർ വേവിച്ചതാണ്. പിന്നെ ഗോക്കമോളി, അതിൻ്റെ വീഡിയോ ഞാൻ ഇതിന് മുമ്പ് ചെയ്തിട്ടുണ്ട്, അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. പിന്നെ കുറച്ച് ഷ്രെഡഡ് ചീസ് എടുത്തിട്ടുണ്ട്. ബ്ലാക്ക് ബീൻസ് കുക്ക് ചെയ്തപ്പോൾ ഞാൻ എന്തൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഡിസ്ക്രിപ്ഷൻ ഞാൻ ഇട്ടേക്കാം. ഇനി ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആദ്യം നമുക്ക് റൈസ് ആഡ് ചെയ്യാം. പിന്നെ അതിൻ്റെ ടോപ്പിലോട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന ചിക്കൻ, പിന്നെ ബ്ലാക്ക് ബീൻസ്, സൽസ, ഗോക്കമോളി, ലെച്ചസും, പിന്നെ കുറച്ച് ഷ്രെഡഡ് ചീസും. അങ്ങനെ നമ്മുടെ ബറീറ്റോ ബൗൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തത് നമുക്ക് ചപ്പാത്തിക്കകത്ത് എങ്ങനെ ഇത് റാപ്പ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. ഞാനിപ്പോൾ ഇത് നന്നായിട്ട് റാപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ബറീറ്റോ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇത് വളരെ ടേസ്റ്റിയാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഗോക്കമോളി ഉണ്ടാക്കുന്ന വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇത് ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. താങ്ക്